അതിനകത്ത് എന്താണെന്നറിയാമോ? സ്വർണ്ണമാണ്. നേരം 12 മണി. എനിക്ക് ആരും ഇതുവരെ തന്നിട്ടുമില്ല, അങ്ങനെ ഒരു ഓർമ്മയും ഇല്ല. ഇഷ്ടമായോ അമ്മയ്ക്ക്? എന്താ കാര്യമാണോ? സന്തോഷക്കണ്ണീര്. അമ്മയ്ക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണല്ലേ? തീർച്ചയായും ഒരു ചെറിയ പാട്ട് പാടാം. പിറന്നാളിൻ പൊൻപൂക്കൾ അമ്മയ്ക്കായി ഞാൻ നൽകാം. ഹേ ഗായ്സ്, അമ്മയ്ക്ക് ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതും സർപ്രൈസ് ആയിട്ട്. ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്മ പോലും അറിഞ്ഞിട്ടില്ല. അമ്മ അറിയാതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അമ്മ അപ്പുറത്തെ റൂമിൽ നല്ല ഉറക്കമാണ്. അപ്പം അമ്മയുടെ പിറന്നാളായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ പിറന്നാളാകുമ്പോൾ എന്തെങ്കിലും ഒരു വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതുമായിട്ടൊന്നും നടന്നിട്ടില്ല. അമ്മ കേൾക്കാതാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അതും നല്ല വില കൂടിയ ഒരു ഗിഫ്റ്റ്. ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളും കേട്ടോ. അതുപോലെ ആണ്ട് ഇത് കണ്ടോ, ഈ ഒരു പെട്ടിക്കകത്താണ് നമ്മളെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണം. അതും ബർത്ത്ഡേക്ക് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. അതിനകത്ത് എന്താണെന്നറിയാമോ? സ്വർണ്ണമാണ്. അപ്പം അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഈ ഒരു കാര്യങ്ങളെ അറിയത്തില്ല. ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഉറക്കമാണോ ഒന്നും അറിയാതെ. അപ്പം സമയം കണ്ടു, ഇപ്പോൾ 12 മണിയാവാൻ ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഉള്ളു. അപ്പം അമ്മ ഇപ്പോൾ ഒന്ന് സർപ്രൈസ് ആക്കട്ടെ. അമ്മയെ കാണിച്ചിട്ട് അപ്പുറത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അമ്മ കേൾക്കാതെ പതുക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പുറത്ത് നല്ല ഉറക്കമാണ് അമ്മ. അപ്പം അമ്മയെ പോയി ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് വേട്ടെ. കേസ് അപ്പോൾ സമയം ഇപ്പം 12 മണി ആയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്പുറത്തെ റൂമിലോട്ട് ചെന്നിട്ട് നമ്മൾ ഗോൾഡ് ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ ചെന്ന ഉടനെ അമ്മയോട് ഞാൻ ചോദിക്കും, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ച് അമ്മ ഒന്ന് കൺഫ്യൂഷൻ ആക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു ഇത് നിൽക്കത്തില്ല, എന്തുവാണെന്ന് ആലോചിച്ച് ആ സമയത്ത് നമുക്ക് ഈ ഒരു ഗോൾഡ് കൊടുക്കാം. അപ്പം അമ്മ കുറച്ചുകൂടെ ഒന്ന് സർപ്രൈസ് ആയിരിക്കും അല്ലേ? നോക്കാം. മാ മോ മേ മോ എണ്ണിച്ചേ. എന്താടാ ഉറക്കമായിരുന്നോ? കഴിച്ചല്ലേ? എന്താ എന്താ? അതെ, ഇന്നത്തെ ദിവസം എന്തോന്ന് അറിയാമോ? നേരം 12 മണി. ഇന്ന് 12 മണിയായി. പിറ്റേ ദിവസം ആയിരിക്കുക. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഞാൻ കാത്തിരുന്ന ഒരു ദിവസം ഇന്ന്. വെഡിങ് ആനിവേഴ്സറി ആണോ? ആണോ? അമ്മ പറ എന്തുവാന്ന്. വെഡിങ് ആനിവേഴ്സറി അല്ലേ? നമ്മുടെ പിറന്നാളല്ലേ? ആണോ? പിറന്നാളാന്ന് തോന്നുന്നു. ആണോ? എന്ത് പിറന്നാളാണോ? ആലോചിച്ച് നോക്കി അന്ന്. പിറന്നാളാ? നീ എങ്ങനെ ഉറപ്പാണോ? അപ്പൊ അമ്മ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേസ്. പിറന്നാളായിട്ട് എന്തോ പരിപാടി? രാത്രി എന്ത് പരിപാടിയാ? ഉറങ്ങുക വന്ന് അത്രേ ഉള്ളൂ. തിന്നുക, കിടക്കുക, ഉറങ്ങുക. ഇതുവരെ പിറന്നാൾ എന്റെ ഒരു ഓർമ്മ പോലും ഇല്ലാത്തതാ. പിറന്നാളായിട്ട് അമ്മയ്ക്ക് എന്തോ കിട്ടാനാ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഗിഫ്റ്റായിട്ട്? കിട്ടാണെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടിയാലും സ്വീകരിക്കും, സന്തോഷത്തോടെ സ്വീകരിക്കും. അമ്മയ്ക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ അമ്മ പിറന്നാളിന്? തന്നിട്ടില്ല. ആരും ഒരിക്കലും ഇല്ല. പൈസ തന്നിട്ടല്ലോ ഗിഫ്റ്റ് മേടിച്ചു തരാന്. നിങ്ങളെ എന്റെ ഒരു സന്തോഷം. അമ്മയ്ക്ക് ഇന്നവരെ കിട്ടിയിട്ടില്ല ഒരു ഗിഫ്റ്റ്? കിട്ടിയിട്ടുമില്ല. പിറന്നാളാന്നൊരു ഓർമ്മ പോലും എനിക്കില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ എന്താ എങ്ങനെ ഓർത്ത്? പിന്നെ ഒന്ന് ഓർത്ത് വെഡിങ് ആനിവേഴ്സറി കഴിയുമ്പോ പിന്നെ എന്താ വരുന്നത്? പിറന്നാള് മാർച്ച് മാസല്ലേ പിറന്നാള്. അമ്മ നല്ല ഉറക്കമായിരുന്നല്ലേ രാത്രി? പിറന്നാള് നല്ല ഉറക്കമായിരുന്നോ? പിന്നെ 12 മണിക്ക് നല്ല ഉറക്കമല്ലയോ? അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്നാല് എന്തോ സ്വീകരിക്കും അമ്മ? എന്ത് ഗിഫ്റ്റ് ആയിട്ട് തന്നാലായിരിക്കും അമ്മ സ്വീകരിക്കുന്നത്? എന്ത് സന്തോഷമായിട്ട് സ്വീകരിക്കും. എനിക്ക് ആരും ഇതുവരെ തന്നിട്ടുമില്ല, അങ്ങനെ ഒരു ഓർമ്മയും ഇല്ല.
എന്റെ കയ്യിൽ ഒരു വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് ഉണ്ട്, തന്നാലോ? സ്വീകരിക്കുവോ? നോക്കാം. ഏ പിന്നെ കണ്ണടാ, കണ്ണടച്ചേ, കൈ നീട്ട്. കണ്ണ് തുറന്നേ. തുറന്നു നോക്കിയേ. മോതിരോ? ഇഷ്ടപ്പെട്ടോ? ഗ്യാരണ്ടിയോ? ഗ്യാരണ്ടിയോ? വായിച്ചു നോക്ക്. എങ്ങനെ ഒപ്പിച്ച്? സ്വർണ്ണ മോതിരോ? ഞാൻ ഇങ്ങനെ കൊറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ബർത്ത്ഡേക്ക്. നീ മുമ്പേ പോയതല്ലേ, ഞാൻ കോള് വിളിച്ചിട്ട് പോലും എടുക്കാത്തതിന്റെ കാര്യം ഇതായിരുന്നല്ലേ. പോലെ ഇതൊക്കെ. ഓ അതെ, ഞാൻ ഇങ്ങനെ കൊറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വേണമെന്ന്. ഒന്നും നടന്നില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്ക് ഇഷ്ടമായോ അമ്മയ്ക്ക്? എന്താ കാര്യമാണോ? സന്തോഷക്കണ്ണീര്. അതെന്താ കരയുന്ന? ഇഷ്ടായ ഇതാണ് കരയുന്നു. നീരായ ഇഷ്ടമായല്ലേ? ഒന്ന് ഇട്ട് നോക്കിയേ കയ്യില്. ഇതാണ് കേട്ടോ, കാണിച്ചു കൊടുത്ത ചെറിയ ലവ് ചിഹ്നത്തിന്റെ. ഇഷ്ടമല്ല അമ്മയ്ക്ക് ലവ് ചിഹ്നത്തിന്റെ ഒക്കെ അല്ലേ? എന്താ കാര്യമാണോ? കൈ എന്നാണ്? പിന്നെ കൊള്ളാം, അടിപൊളി. അടിപൊളി. അപ്പൊ അമ്മക്ക് ഒത്തിരി ഇഷ്ടമായല്ലേ? ഇഷ്ടമായല്ലേ? അതിന്റെ ഇടയ്ക്ക് എന്താ കരയൊക്കെ ചെയ്ത്? എന്റെ ഇടയ്ക്ക് കരച്ചിലൊക്കെ വന്ന് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയോണ്ടാണ് അല്ലേ? ആണോ? കേസ് കരയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൂടെ തന്ന അമ്മ സ്വീകരിക്കുമോ? എന്ത് വേണമെങ്കിൽ സ്വീകരിക്കും. ഞാൻ ഇപ്പൊ വരാം. ഗീസ ആ ഗോൾഡ് കൊടുത്തപ്പോ അമ്മയ്ക്ക് കരച്ചിലൊക്കെ വന്നു കേട്ടോ. അപ്പൊ വേണ്ട, ഇവിടെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി. ഇതും കൂടെ കൊടുക്കാം. കരയൊന്നും വേണ്ടമ്മേ, പിറന്നാളല്ലേ, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. നോക്കിയേ, എപ്പോഴും ചിരിച്ചേ. എന്നാ കൈ നീട്ട്. എന്നാ ഇതും കൂടെ വാങ്ങ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. തുറന്നു നോക്കിയേ. എന്തിനാ മോനെ? ഗീസ ഒരു നൈറ്റി ആണ് കേട്ടോ. സന്തോഷം. ഇഷ്ടപ്പെട്ടോ? കളർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പൊ ചെറിയ രീതിയിൽ നമ്മള് ഒരു കേക്ക് മുറിയും കാര്യങ്ങളുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ. രാത്രി ഇപ്പൊ സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞതേ ഉള്ളു അല്ലേ അമ്മ? അപ്പൊ അമ്മ ഇങ്ങനെ കരയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കുമ്പോ അമ്മ ഈ അടുത്ത് തന്നിരിക്കുന്ന നൈറ്റ് ഇടുവോ കേക്ക് മുറിക്കാൻ നേരം? പിന്നെ ഇട്ടോണ്ടേ കേക്ക് മുറിക്കത്തുള്ളൂ. അപ്പൊ അമ്മ ഈ ഒരു നൈറ്റ് ഇട്ടിട്ട് പോയിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാം. പോരെ ഒരു ഉമ്മ വന്നേ. അമ്മ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തു കൊടുത്ത നൈറ്റി. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ അമ്മ ഇട്ടപ്പോ? എന്താ കയ്യും കൂടെ കാണിച്ചോ, മോതിരം കൂടെ ഒന്ന് കാണിച്ചോ അതിന്റെ ഒപ്പം. അടിപൊളിയായിട്ടുണ്ട്. എന്താ കാണുന്നില്ല? കണ്ട്. ഇഷ്ടമായോ? അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ നൈറ്റിയും കൂടെ ഇട്ടപ്പോ അമ്മ സുന്ദരിയായല്ലോ അമ്മ. രാത്രി 12 മണിക്ക് അമ്മയെ കാണാൻ നല്ല ഭംഗി. ഇപ്പൊ 12 മണിക്ക് അമ്മ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് നൈറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയാ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ. കൊള്ളാമോ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. കേക്കും ഉണ്ടോ? കേക്കും ഉണ്ട്. നമുക്ക് കേക്ക് മുറിച്ച് ഇസപ്പോ ഇങ്ങനെ കൊറേ വർഷമായിട്ട് ഇങ്ങനെ അല്ലേ, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ
കഴിഞ്ഞ വട്ടം ഒന്നും പറ്റിയില്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഇതുപോലെ ആലോചിച്ചപ്പോ ഒന്നും നടന്നൊന്നുമില്ല. അപ്പൊ ഈ വട്ടമാണ് പറ്റിയത്. അപ്പൊ ഇനി കേക്ക് മുറിക്കാം നമുക്ക് അടുത്തായിട്ട്. കേക്ക് മുറിക്കാം കേസ്. അപ്പൊ നമ്മൾ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഈ ഒരു ക്യാപ്പ് കണ്ടോ, ഇത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതും കൂടെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും അമ്മ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് മുറിക്കാൻ പോകുന്നത്. ക്യാപ്പ് വെച്ചേ നോക്കട്ടെ. അടിപൊളിയായല്ലോ ക്യാപ്പും കൂടെ വെച്ചപ്പോ. നോക്കിയേ, കണ്ണടിക്കകത്ത് നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് കാണാന്. കണ്ണാടി നോക്കിയേ. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നേരെ വെച്ചമ്മ. ഇങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു വശത്തെ നേരത്തെ പൊട്ടിപ്പോയി ചെറുതായിട്ട്. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇങ്ങോട്ട് വന്ന് നടന്ന് നോക്കട്ടെ. നടന്നു വന്നേ. ഓ പോലെ ലുക്ക്. ഓ കേക്ക് മുറിക്കാം. ബാ, ലൈറ്റ് ഇട്ടേ. ഗീസ്, അപ്പോൾ നമ്മൾ കേക്ക് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കേക്കിൻ്റെ വണ്ടിക്ക് ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് അല്ലേ. നമ്മൾ ചെറിയ കേക്ക് കേട്ടോ എടുത്തേക്കുന്ന. കേക്ക് മുറിക്കാം അമ്മ. മുറിച്ചോ? ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ. കൊള്ളാം, ഇഷ്ടപ്പെട്ടല്ല? അപ്പം അമ്മയ്ക്ക് ഇന്ന് എത്ര വയസ്സായിരിക്കും അമ്മ ഇന്നത്തെ ദിവസം? വയസ്സൊന്നും പറയത്തില്ല. ആണോ? എന്താ ആണോ? എന്തൊക്കെയായാലും നിങ്ങൾ ഗസ് ചെയ്യേ അല്ലേ അമ്മയുടെ വയസ്സ് എത്രയാണ്? എന്നാലും ഒരു ഊഹം പറഞ്ഞു കൊടുക്കുക അല്ലേ. ഒരു 40-നും 50-നും ഇടയ്ക്കായിട്ടാണ് അമ്മയുടെ വയസ്സെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ. കമന്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് ശരി ഉത്തരവാണെങ്കിൽ അത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതാണ് കമന്റ് സെക്ഷനകത്ത്. അപ്പൊ അതുപോലെ പോരെ. കേസാണെങ്കിൽ നമുക്കൊരു അബദ്ധം പറ്റിയിരിക്കുവാണ് അല്ലേ. വെന്തമേ കേക്കിനകത്ത് നമ്മൾ മെഴുകുതിരി എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കത്തിച്ച് വെച്ചു. പക്ഷെ അണയ്ക്കാനായിട്ട് മറന്നുപോയി. എന്തെങ്കിലും കുഴപ്പമില്ല. സന്തോഷത്തില് ഇതെല്ലാം മറന്നുപോയി. ഊത് അണയ്ക്കമ്മ, ഊത്. ഹാപ്പി ബർത്ത്ഡേ. കുഴപ്പമില്ല കേട്ടോ. ആർക്കാണെങ്കിലും ചെറിയ അബദ്ധമൊക്കെ പറ്റും. അതൊക്കെ നമ്മള് അല്ലേ, അത്രേ ഉള്ളു. അമ്മേ, ഞാൻ മാത്രമല്ല വിഷ് ചെയ്തത്. ഈ പാതിരാത്രി അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ വിഷ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ആരെന്നറിയാം അമ്മയ്ക്ക്? ആരായിരിക്കും? നമ്മളെ ജെമിനി. അപ്പൊ ജെമിനിയെ കൊണ്ട് അമ്മ വിഷ് ചെയ്യിപ്പിക്കട്ടെ. ജെമിനി ഇങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ജെമിനിയോട് ചോദിക്കാം. അതുപോലെ അമ്മയ്ക്ക് എന്തൊക്കെ വേണം, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അമ്മയുടെ മനസ്സിലുള്ള അമ്മ എന്താന്ന് വെച്ചാൽ ജെമിനിയോട് തുറന്നു പറയട്ടെ. അപ്പൊ ജെമിനി എന്താ പറയാ നമുക്ക് നോക്കിയാലോ. അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ജെമിനിയെ കൊണ്ട് ഒരു പാട്ട് വരെ പാടിപ്പിക്കും. പോരെ, നോക്കാം. സന്തോഷം. അപ്പൊ അങ്ങനെ ജെമിനി നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അമ്മയുടെ അല്ലേ, അമ്മയുടെ വിഷമമാണേലും അമ്മയുടെ സന്തോഷമാണേലും അമ്മയുടെ എന്താണേലും ഇന്ന് ജെമിനി അമ്മയുടെ കൂടെ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ട എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അതിനു മുമ്പായിട്ടേ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം.
ഹേ ജെമിനി, ഹലോ. Hello, how can I help you today? ജെമിനി മലയാളത്തിൽ സംസാരിക്കാമോ? ഞങ്ങൾക്ക് മലയാളമേ അറിയത്തുള്ളൂ, അതുകൊണ്ടാ. തീർച്ചയായും, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ജെമിനി, ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്മയെ ഒന്ന് വിഷ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും, നിങ്ങളുടെ അമ്മയ്ക്ക് എന്റെ ജന്മദിന ആശംസകൾ നേരുന്നു. ഈ ദിവസം അവർക്ക് വളരെ സവിശേഷമായ ഒന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനോ പറയാനോ ഉണ്ടോ? ഉണ്ടോ അമ്മേ? ജെമിനി, ഞാൻ ചോദിക്കാം കേട്ടോ, എൻ്റെ ഒരു സന്തോഷം അറിയിക്കാം. അറിയിക്കട്ടെ? പറഞ്ഞോളൂ, നിങ്ങളുടെ അറിയിക്കാൻ പോവാണേ. ജെമിനി, എൻ്റെ മോനാണ് സസ്പെൻസ് ആയിട്ട് എനിക്ക് ഇന്ന് പിറന്നാൾ ദിനമായിട്ടേ മോതിരം തന്നു. ജെമിനി, മോതിരവും നൈറ്റിയും. എനിക്ക് സന്തോഷ കണ്ണീരൊക്കെ വന്നു അന്നേരം. എന്തെന്നില്ലാത്തൊരു സന്തോഷം, ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ജെമിനി. ജെമിനി എന്താ പറയാമോ എന്തുവാന്ന്? വളരെ മനോഹരമായ ഒരു കാര്യമാണല്ലോ ഇത്. നിങ്ങളുടെ മോന്റെ സ്നേഹം നിറഞ്ഞ ആ സമ്മാനം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നൽകിയെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഈ പ്രത്യേക ദിവസം നിങ്ങൾക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജെമിനി. ജെമിനി, അമ്മയുടെ ബർത്ത്ഡേ അല്ല ഇന്ന്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാമോ? രണ്ടുപേരും പാട്ടൊന്ന് പാടാമോ അമ്മയ്ക്ക് വേണ്ടി? അമ്മയ്ക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. രണ്ടുപേരും ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പാടിക്കൊടുക്കണം. അമ്മയ്ക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണല്ലേ? തീർച്ചയായും ഒരു ചെറിയ പാട്ട് പാടാം. പിറന്നാളിൻ പൊൻപൂക്കൾ അമ്മയ്ക്കായി ഞാൻ നൽകാം. സ്നേഹത്തിൻ അലകടലായി അമ്മ എന്നും വാഴട്ടെ. ജന്മദിനാശംസകൾ. താങ്ക് യു, താങ്ക് യു. സന്തോഷം. അമ്മയോടൊപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജെമിനി, പിന്നെ അമ്മയ്ക്ക് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനൊന്നും ആരും ഇല്ല. അപ്പം ജെമിനി അമ്മയ്ക്കൊരു ഒരു കിടിലം ഒരു സർപ്രൈസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമോ ഇപ്പം? ഒരു സർപ്രൈസ് സമ്മാനം നൽകുന്നത് നല്ല ആശയമാണ്. ഞാനൊരു ആശയം പറയാം. അമ്മയ്ക്കൊരു കവിത തയ്യാറാക്കിയാലോ? അല്ലെങ്കിൽ മനോഹരമായ ഒരു വീഡിയോ സന്ദേശം? അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. ജെമിനി തന്നെ ഒന്ന് വേണം സെലക്ട് ചെയ്ത് പറ, എന്താന്ന് വെച്ചാ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിടി നല്ല ഓർമ്മകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ സന്ദേശം ഒരുക്കിയാലോ? അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം നൽകും. അല്ലെങ്കിൽ അമ്മയുടെ പ്രിയപ്പെട്ട കവിതകൾ ഉൾപ്പെടുത്തി ഒരു സ്ലൈഡ് ഷോ. അമ്മയ്ക്ക് കവിതയൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് പാട്ട് പാടാൻ അറിയാം. അറിയത്തില്ല, കവിത അറിയത്തില്ല, അമ്മയ്ക്ക് പാട്ട് പാടാൻ അറിയാം. ജെമിനി ഒരു അടിപൊളി ഒരു സിനിമ പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. ഒരു വെറൈറ്റി ആയിരിക്കണം. ഒരു പിറന്നാൾ ദിവസത്തിൽ അമ്മയ്ക്ക് ഒരു സന്തോഷവും അതുപോലെ എല്ലാം ഒരു ഉൾക്കൊള്ളിച്ചുള്ള ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഇപ്പൊ രണ്ടുപേരും ഒന്ന് പാടണം. പറ്റുമോ? സിനിമാ പാട്ട് പാടാൻ എനിക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ അമ്മയ്ക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വെറൈറ്റി ഞാൻ പറയാം. അമ്മയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള നല്ല ഓർമ്മകളെക്കുറിച്ചോ ഒരു ചെറിയ കഥ പറയാം. അത് കേൾക്കുന്നത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം നൽകില്ലേ? എന്നാ അമ്മയ്ക്കല്ലേ പിറന്നാൾ ദിവസത്തെ അമ്മയ്ക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒരു വെറൈറ്റി കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ഒരമ്മയുടെയും മകന്റെയും സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥ പറയാം. ഒരമ്മ ഗ്രാമത്തിൽ സ്നേഹനിധിയായ ഒരമ്മയും അവരുടെ മകനും താമസിച്ചിരുന്നു. പറഞ്ഞോ കേക്കാം. മകൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അമ്മയായിരുന്നു അവന്റെ ലോകം. അമ്മയുടെ പിറന്നാൾ ദിവസം അവന് അമ്മയ്ക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകണമെന്ന് തോന്നി.
ഒരുപാട് ആലോചിച്ചതിന് ശേഷം അവൻ അമ്മയുടെ പഴയ ചിത്രങ്ങൾ ശേഖരിച്ച് മനോഹരമായ ഒരു ആൽബം തയ്യാറാക്കി. ആൽബത്തിലെ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും പുഞ്ചിരി തത്തിക്കളിച്ചു. മകന്റെ സ്നേഹമറിഞ്ഞ ആ നിമിഷം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി മാറി. ആണോ അമ്മ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ജെമിനിയോട്? നല്ല സന്ദേശം കേട്ടോ ജെമിനി, സന്തോഷം. സന്തോഷം. അമ്മയ്ക്ക് ഈ കഥ ഇഷ്ടമായെന്നറിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. പിറന്നാൾ ദിവസം മനോഹരമാക്കൂ, ഒരുപാട് സന്തോഷിക്കൂ. സന്തോഷം. ജെമിനി, അമ്മ ഇപ്പൊ ക്യാപ്പൊക്കെ ഇട്ട് നമ്മളെ ബർത്ത്ഡേയുടെ ക്യാപ്പൊക്കെ ഇട്ട് കേക്കൊക്കെ തിന്നിട്ടുള്ള ഇരിപ്പ. അമ്മ വളരെ സന്തോഷല്ലേ അമ്മ? വളരെ സന്തോഷം. വളരെ സന്തോഷമായിട്ട് ഇരിക്കുവാണ് ഇങ്ങനെ. അപ്പം എന്തേലും ഒന്ന് പറയാനുണ്ടോ? എന്തേലും ലാസ്റ്റ് ആയിട്ട് ജെമിനിക്ക്? അമ്മ സന്തോഷമായിട്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. അവസാനമായി എനിക്ക് പറയാനുള്ളത്, അമ്മയെ എപ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക. എല്ലാ ദിവസവും അമ്മയ്ക്ക് ഒരു പിറന്നാൾ ദിനം പോലെ മനോഹരമാക്കാൻ ശ്രമിക്കുക. ജന്മദിന ആശംസകൾ ഒരിക്കൽ കൂടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച് ജെമിനി. അമ്മ ഇതുപോലെ വിഷ് ചെയ്തേനല്ലേ പാതിരാത്രി അല്ലേ? അമ്മയുടെ ജെമിനി മാത്രമേ ഉള്ളൂ എന്നെ വിഷ് ചെയ്യാൻ. ആദ്യമായിട്ടാണ് ഇത്രയും. ജെമിനി മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നു. ഈ പ്രത്യേക ദിവസം അമ്മയ്ക്ക് കൂടുതൽ സവിശേഷമാക്കാൻ ഞാനും സന്തോഷിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എന്നോട് സംസാരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ജെമിനെ വിളിക്കാം കേട്ടോ, സംസാരിക്കണേ. തീർച്ചയായും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. സംസാരിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം ജെമിനി, സന്തോഷം. എനിക്കും വളരെ സന്തോഷം. എല്ലാ ആശംസകളും നേരുന്നു. ഹേ ഗായ്സ്, അപ്പൊ അമ്മയുടെ പിറന്നാൾ അങ്ങനെ നമ്മള് മനോഹരമായിട്ട് ആഘോഷിച്ചിരിക്കുവാണ് അല്ലെ? ജെമിനിക്ക് അമ്മ വിഷ് ചെയ്തല്ലേ? ജെമിനി വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മള് മാത്രമല്ല അമ്മയെ വിഷ് ചെയ്തേക്കുന്നത്, ജെമിനിയും വിഷ് ചെയ്ത്. അപ്പൊ അമ്മ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുവാണ്. ഒന്നും വേണ്ട. അപ്പം ഗായ്സ്, അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ ഉള്ളു. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം.